അസ്സലാമു അലൈക്കും. ബിസ്മില്ല അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വാല അലിഹി വസാബി അജ്മഈൻ. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 7 താരീഖുൽ ഇസ്ലാം അതിൻ്റെ ഒരു മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ആദ്യത്തെ പ്രവർത്തനം എന്താണ്? കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. അതൊന്ന് നോക്കാം. 1. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ. ഓപ്ഷൻ നോക്കൂ: റംല, ഹഫ്സ, സൈനബ്. ശരി ഉത്തരം ഹഫ്സ. അപ്പോൾ അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. 2. ഖുർആൻ പേരെടുത്തു പറഞ്ഞ ഏക സ്വഹാബി. ഓപ്ഷൻ: സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ശരി ഉത്തരം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിലാണ് ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ വഫാത്തായി. ഈ പറയുന്ന ഓപ്ഷനിൽ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ വഫാത്തായത്? പിതാവ്, പിതാമഹൻ, മാതാവ്. ശരി ഉത്തരം മാതാവ്. മാതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 6 വയസ്സുള്ളപ്പോൾ വഫാത്തായത്. 4. ധർമ്മസമരത്തിന് അല്ലാഹു തആല അനുവാദം നൽകിയ വർഷം. ഓപ്ഷൻ: ഹിജ്റ 6, ഹിജ്റ 4, ഹിജ്റ 2. ശരി ഉത്തരം ഹിജ്റ 2. അപ്പോൾ അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. 5. ഹിജ്റ 13-ാം വർഷം അധികാരമേറ്റ ഖലീഫ. ഓപ്ഷൻ: ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ശരി ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. 6. ഖദീജ റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. ഓപ്ഷൻസ്: 40, 25, 35. ശരി ഉത്തരം 25. അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ: ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ അതിന് യോജിച്ചിട്ടുള്ള ലെറ്ററുകളാണ് നമ്മൾ ആ ബോക്സിൽ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. 7. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്ത മഹദി. അപ്പോൾ ഇത് പാഠഭാഗം നന്നായി വായിച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും. കൂട്ടുകാർ പാഠഭാഗം നന്നായി വായിക്കുക. അപ്പോൾ അതിന് ശരിയായത് ഏതാണ്? ഈ സൈനബ് ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ. അപ്പോൾ ഈ എന്ന് എഴുതുക. 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക കന്യക. ഓപ്ഷൻ ഡി, ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഡി എന്ന് എഴുതുക ബോക്സിൽ. 9. ഹിജ്റ 4-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത മഹദി. ശരി ഉത്തരം അതിനേതാണ്? ബി, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അപ്പോൾ ബി എന്ന് എഴുതുക. 10. നജ്ജാഷി രാജാവ് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത മഹദി. അതിൻ്റെ ഉത്തരം ഏതാണ്? എ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അപ്പോൾ എ എന്ന് എഴുതുക. 11. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം വിവാഹം ചെയ്ത മഹദി. ഓപ്ഷൻ സി ആണ് ശരി. അപ്പോൾ സൗദ റളിയല്ലാഹു അൻഹ. ഓപ്ഷൻ സി എന്നതിൻ്റെ ലെറ്റർ അവിടെ നമ്മൾ സി എന്ന് എഴുതുക. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക. അപ്പോൾ അവിടെ വിട്ട ഭാഗത്ത് നമ്മൾ എന്താണ് വരുന്നത് അതാണ് അവിടെ പൂരിപ്പിക്കേണ്ടത്. 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് മുൻകാല ഡേഷ് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് പ്രവാചകർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് മുൻകാല പ്രവാചകർ സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. 13. ശത്രുക്കൾ ഡേഷിനെ വധിക്കാനായി കഴുമരത്തിൽ കയറ്റി. അവിടെ എഴുതേണ്ടത് ഖുബൈബ് റളിയല്ലാഹു അൻഹു. ശത്രുക്കൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനായി കഴുമരത്തിൽ കയറ്റി. 14. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ഡേഷ് ആണ് വിശ്വാസികളിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി. അവിടെ പൂരിപ്പിക്കേണ്ടത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് വിശ്വാസികളിൽ ഏറ്റവും ഈമാനുള്ള വ്യക്തി. 15. ഹിജ്റ ഡേഷിലാണ് അലി റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തത്. അവിടെ പൂരിപ്പിക്കേണ്ടത് 35. ഹിജ്റ 35-ലാണ് അലി റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തത്. 16. ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഡേഷിൽ ഉദാത്ത മാതൃകയുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദാത്ത മാതൃകയുണ്ട്. 17. സാസാനിയ ഭരണകൂടത്തിന്റെ ശക്തി ക്ഷയിച്ചത് ഡേഷിന്റെ ഭരണകാലത്താണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. സാസാനിയ ഭരണകൂടത്തിന്റെ ശക്തി ക്ഷയിച്ചത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ നാലാമത്തെ പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന അസുവത്തുകൾ എത്ര?
ഉത്തരം 27. 19. സ്വഹാബികളിൽ അനുഗ്രഹീത കവികളിൽ ഒരാൾ. ഉത്തരം ഹസ്സാൻ റളിയല്ലാഹു അൻഹു. 20. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത ഹിജ്റ വർഷം. ഉത്തരം ഹിജ്റ 23. അതിൽ 21ാമത്തെ ക്വസ്റ്റ്യൻ. ഹിബ്ബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ പ്രസിദ്ധനായ സ്വഹാബി. ഉത്തരം സെയ്ദ് റളിയല്ലാഹു അൻഹു. 22. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിവാഹാലോചനയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയച്ചു. ആരെ? ഉത്തരം നഫീസത്ത് ബിന്ത് മുനബ്ബിഹിനെ. 23. പുരാതന അറേബ്യയിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒന്ന്. ഉത്തരം ഉക്കാള്. ഇനി അടുത്ത പ്രവർത്തനം. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. ഖുറൈശികൾ അബൂ താലിബിനോട് ആവശ്യപ്പെട്ടത് എന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ ദൗത്യത്തിൽ നിന്ന് തടയാനോ അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാനോ ആവശ്യപ്പെട്ടു. 25. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ വിജ്ഞാനത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? ഉത്തരം നിങ്ങളുടെ ദീനിന്റെ പകുതി ഇവരിൽ നിന്ന് പഠിച്ചുകൊള്ളുക. 26. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉത്തരം ജീവകാരുണ്യം, വിധവാ സംരക്ഷണം, പ്രബോധനം സുഗമമാക്കൽ, രാജ്യങ്ങളും ഗോത്രങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തൽ എന്നിവയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ കാരണങ്ങൾ. 27. മാലല്ല സാഹിബുക്കും വമാവ. സാരമെഴുതുക. അതായത് അതിന്റെ അർത്ഥം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. ഉത്തരം നിങ്ങളുടെ നബി വഴി പിഴയ്ക്കുകയോ തെറ്റുകാരനാവുകയോ ചെയ്തിട്ടില്ല. 28. ജിഹാദിന്റെ പ്രധാന ഉദ്ദേശങ്ങളിൽ 2 എഴുതുക. ഉത്തരം 1. ശത്രുക്കളെ പ്രതിരോധിക്കുക. 2. കുഴപ്പമില്ലാതാക്കുക. 29. പ്രലോഭനവുമായി വന്ന ഉത്ബയുടെ സംസാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി എന്ത്? ഉത്തരം സൂറത്ത് ഫുസ്സിലത്തിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ. 30. കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ. ഇത് ആര് എപ്പോൾ പറഞ്ഞതാണ്? അപ്പൊ നമുക്ക് ഇത് ആര് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത് അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഉത്തരം ഉഹുദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അപായം സംഭവിച്ചു എന്ന വാർത്ത കേട്ട് ഓടിയെത്തിയ ഒരു അൻസാരി വനിതയോട് അവളുടെ പിതാവും സഹോദരനും ഭർത്താവും കൊല്ലപ്പെട്ടു എന്ന വാർത്ത ആളുകൾ അറിയിച്ചു. എന്നാൽ അവർ അതൊന്നും ശ്രദ്ധിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിക്കുകയും തങ്ങളെ കാട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവസാനം തങ്ങളെ നേരിട്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞ വാക്കുകളാണിത്. അടുത്ത ക്വസ്റ്റ്യൻ. 31. ഒന്നാം ഖലീഫ ഭരണമേറ്റെടുത്തപ്പോൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? ഉത്തരം കള്ളപ്രവാചകത്വവാദികൾ രംഗത്തു വന്നു. മുസ്ലിങ്ങളിൽ ചിലർ സക്കാത്ത് നൽകില്ലെന്ന് ശഠിച്ചു. ആഭ്യന്തര കലാപം കണ്ട് അയൽ രാജ്യങ്ങൾ ആക്രമണം നടത്താൻ ഒരുങ്ങി. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ പ്രവർത്തനമാണ് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. അതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 32ാമത്തെ ക്വസ്റ്റ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം. അതിന്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങി. അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുക, സത്യം പറയുക, കുടുംബ ബന്ധം ചേർക്കുക, തിന്മകൾ വർജിക്കുക അവിടുന്ന് ആഹ്വാനം ചെയ്തു. ആദ്യം രഹസ്യമായി പ്രബോധനം നടത്തി, പിന്നീട് അത് പരസ്യമാക്കി. അതോടെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അനുയായികൾക്കും നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. എന്നാൽ ഇതൊന്നും വിശ്വാസികളെ സത്യത്തിൽ നിന്ന് അകറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തളർത്തിയതുമില്ല. ഈ സന്ദർഭത്തിൽ മുശ്രിക്കുകൾ പ്രലോഭനത്തിന് മുതിർന്നു. അവരുടെ തീരുമാനമനുസരിച്ച് ഉത്ബത്ത് ബിനു റബീഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രലോഭനത്തിന് വഴങ്ങിയില്ലെന്ന് മാത്രമല്ല, സൂറത്തുൽ ഫുസ്സിലത്തിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകൾ ഓതുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടർന്നു. ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങി. അപ്പോൾ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായ അബൂ ത്വാലിബിനെ സമീപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ ദൗത്യത്തിൽ നിന്ന് തടയാനോ അല്ലെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാനോ ആവശ്യപ്പെട്ടു. ഇക്കാര്യമറിഞ്ഞ അബൂ ത്വാലിബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊണ്ടയിടറി പറഞ്ഞു,
അവർ എൻ്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും വെച്ച് തന്ന് ഇക്കാര്യം ഉപേക്ഷിക്കാൻ പറഞ്ഞാലും ഞാനിത് ഉപേക്ഷിക്കുകയില്ല. ഒന്നുകിൽ അല്ലാഹു തആല ഇത് വിജയിപ്പിക്കും, അല്ലെങ്കിൽ ഈ മാർഗത്തിൽ ഞാൻ മരിക്കും. അപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, മോനെ, നീ ഉദ്ദേശിച്ചത് പ്രബോധനം ചെയ്തോളൂ, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. അപ്പോൾ ഇത്ര ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം എന്ന വിഷയത്തിൽ നമ്മൾക്ക് എഴുതാനുള്ളത്. കൂട്ടുകാർ, അതിൽ സ്ഥലമുള്ളതിനനുസരിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ അതിൽ സ്ഥലമുള്ളതിനനുസരിച്ചിട്ട് ആവശ്യമായ പോയിന്റുകൾ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങളിത് മുഴുവനായിട്ടും പഠിക്കുക. എഴുതുമ്പോൾ നിങ്ങൾക്ക് എത്ര മാക്സിമം എഴുതാൻ കഴിയുന്നതോ അത്ര എഴുതുക. അടുത്തത് 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 33. ഖുലഫാഉ റാഷിദൂനയുടെ ഭരണകാലത്ത് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ നേട്ടങ്ങൾ. അപ്പം അതിനെക്കുറിച്ചിട്ട് നമ്മൾ 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഉത്തരം: ഖുലഫാഉ റാഷിദൂനയുടെ ഭരണകാലത്ത് ഇസ്ലാമിക സമൂഹത്തിനുണ്ടായ നേട്ടങ്ങൾ. 1. രാജ്യം സംസ്ഥാനങ്ങളായി വിഭജിച്ച് നേതൃസ്ഥാനത്ത് അമീർമാരെ നിയമിച്ചു. 2. വിശുദ്ധ ഖുർആൻ മുസാഫ് രൂപത്തിലാക്കി. 3. ശത്രുക്കളെ അമർച്ച ചെയ്ത് ഇസ്ലാമിക രാഷ്ട്രത്തെ വിശാലമാക്കി. 4. ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാം ആശ്ലേഷിച്ചു. ഇസ്ലാമിന്റെ ഉദാത്തമായ ആദർശങ്ങളും മുസ്ലിങ്ങളുടെ മാതൃകാ ജീവിതവുമാണ് ഇതിന് സഹായിച്ചത്. 5. മികച്ച ഭരണത്തിന്റെ ഉത്തമമായ മാതൃക ലോകത്തിന് ലഭിച്ചു. ഇന്നും ലോകം ആ മാതൃക പുകഴ്ത്തി പറയുന്നു. 6. അമുസ്ലിങ്ങൾക്കും രാഷ്ട്രത്തിൽ പൗരന്മാർ എന്ന നിലയിൽ അവകാശങ്ങൾ ലഭിച്ചു. മുസ്ലിങ്ങളിൽ നിന്ന് സക്കാത്തും അമുസ്ലിങ്ങളിൽ നിന്ന് നികുതിയായി ജിസിയയും പിരിച്ചെടുത്തു. 7. വിഷമം അനുഭവിക്കുന്നവർക്ക് പൊതുഖജനാവിൽ നിന്ന് ധനസഹായം നൽകി. 8. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചതിനാൽ അഴിമതി, തിന്മ എന്നിവയിൽ നിന്ന് രാജ്യം മുക്തമായി. 9. കോടതികൾ സ്ഥാപിച്ച് ഖാളിമാരെ നിയമിക്കുകയും നിയമവാഴ്ച ഉറപ്പാക്കുകയും ചെയ്തു. 10. അഭിപ്രായ സ്വാതന്ത്ര്യം നടപ്പാക്കി. കൂടിയാലോചനയിലൂടെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. ഖലീഫയെ പോലും വിമർശിക്കാൻ ജനങ്ങൾക്ക് സാധിക്കുമായിരുന്നു. 11. റമളാനിലെ പ്രത്യേക നിസ്കാരമായ 20 റക്അത്ത് തറാവീഹ് ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ പതിവാക്കി. 12. ജുമുഅയ്ക്ക് 2 അദാനുകൾ ഏർപ്പെടുത്തി. 13. മസ്ജിദുകളിൽ ഇമാമുമാരെയും മുഅദ്ദിനുകളെയും മദ്രസകളിൽ ഉസ്താദുമാരെയും നിയമിച്ച് ശമ്പളം നൽകി. 14. ജനങ്ങളുടെ ധാർമ്മിക ജീവിതം കുറ്റമറ്റതാക്കി. വ്യഭിചാരം, മദ്യപാനം, ചൂതാട്ടം, മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെല്ലാം അർഹമായ ശിക്ഷ നടപ്പാക്കുകയും ധാർമ്മിക വിദ്യാഭ്യാസം നൽകുകയും ചെയ്തതിലൂടെയാണ് ഇത് സാധ്യമായത്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് ഇത്ര ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 5 പോയിന്റൊക്കെ എഴുതാനുള്ള സ്ഥലമായിരിക്കും നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളങ്ങോട്ട് കഴിയുന്ന അത്ര പോയിന്റ് 5ഓ 6ഓ പോയിന്റുകൾ നിങ്ങൾ എഴുതിയാൽ മതിയാവും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. ഇനിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.